സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കാണ് നമ്മളുടെ പ്രഭാവതി നടത്തുന്നത്. പ്രഭാവതി ആ കാര്യം ആരോടും പറയണമില്ല. പ്രഭാവതിയുടെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന ഭാർഗവിക്ക് പോലും അറിയില്ല പ്രഭാവതി എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവാൻ പോണ കാര്യമൊന്നും. അതെല്ലാവരും അറിയുന്നത് ന്യൂസ് വന്നതിന് ശേഷം മാത്രമാണ്. അത് കണ്ടതും നമ്മളുടെ അരുന്ധതിയും അതുപോലെ നന്ദനും ദേവികയും എല്ലാവരും ഷോക്കാവുന്നുണ്ട്. നന്ദൻ വേഗം തന്നെ ദേവികയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഗിരീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗിരീഷിനോട് ചെന്നിട്ട് അമ്മയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് പറയുമ്പം ഗിരീഷിന് അത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടമാവണില്ല. ഞാൻ എന്തിനാ മേഡത്തെ പിന്തിരിപ്പിക്കണം, നിൻ്റെ അമ്മയല്ലേ, നിനക്ക് പോയി പറയാൻ പാടില്ലേന്ന്. ആ സമയം നന്ദൻ പറയുന്നുണ്ട്, അതല്ല ഗിരീഷേട്ടൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ലേ അമ്മ. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞ അമ്മ കേൾക്കില്ലേ. അന്നേരം ഗിരീഷൻ പറയുന്നുണ്ട്, മേഡം ആര് പറഞ്ഞാലും കേൾക്കില്ല. മേഡം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിട്ടേ മേഡം പിന്മാറുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എന്തായാലും ഞാൻ മേഡത്തിനെ ഒന്ന് കാണുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം നീ ചെല്ലുമെന്ന് പറയണു. അങ്ങനെ രജനിയും ഗിരീഷിനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഗിരീഷ് അമ്മയെ ചെന്ന് കണ്ട് ഇതിൽ നിന്നും പിന്മാറ്റണം, ഇല്ലെങ്കിൽ അത് അച്ഛനെ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛൻ്റെ പാർട്ടിക്ക് എതിർ പാർട്ടി പോയി അമ്മ മത്സരിക്കുമ്പം അച്ഛനത് അപമാനമാവും എന്ന് പറയുമ്പം അതൊന്നും എനിക്കറിയില്ല. എന്തായാലും മേഡം എൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ മേഡത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടേയും മേഡത്തെ വിജയിപ്പിക്കേണ്ടേയും ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന്. അങ്ങനെ ഗിരീഷിനോട് രജനി പറഞ്ഞിട്ട് ഗിരീഷൻ കേൾക്കാണ്ട് ഇപ്പോൾ രജനി തന്നെ വേഗം റെഡിയായി ചന്ദ്രത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം പ്രഭാവതിയോട് ഭാർഗവി ചോദിക്കുന്നുണ്ട്, കുഞ്ഞെ എന്തൊക്കെയായി കേൾക്കണേ, ഇതിപ്പോൾ സിദ്ധാർത്ഥൻ സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പം സിദ്ധു എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ. സിദ്ധുവിനോട് ഞാനൊരു കാര്യം പറഞ്ഞു, സിദ്ധു അത് അംഗീകരിച്ചില്ല. എനിക്കൊരു പുല്ല് വില പോലും സിദ്ധു തന്നില്ല. പിന്നെ ഞാൻ എന്തിനാ സിദ്ധുവിൻ്റെ അഭിപ്രായം ചോദിക്കണേ. ആ സമയം ഗൗരിയും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഗൗരിയാണെങ്കിൽ ഇങ്ങനെ പ്രഭാവതിയുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഗൗരി ഫോൺ എടുത്തുകൊണ്ട് എനിക്കൊന്ന് കോൾ ചെയ്യണമെന്നും പറഞ്ഞ് പോയിട്ട് ദേവികയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്. ദേവിക അടുത്ത് ഗൗരി നിങ്ങൾ വിവരങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ഞങ്ങളെല്ലാം അറിഞ്ഞു, ഇപ്പം ഞങ്ങൾ ചന്ദ്രോത്തുണ്ട്, മേഡം എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് അമ്മ തുറന്നു പറയാത്തതാണ്. അതിനുശേഷം നമ്മളുടെ പ്രഭാവതിയുടെ ഫോണിലോട്ട് ഈ അരുന്ധതി വിളിക്കുന്നുണ്ട്. അരുന്ധതിയുടെ കോൾ കണ്ടതും പ്രഭാവതി കോൾ എടുത്തിട്ട്, നീ എൻ്റെ കോള് പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ പ്രഭാവതി എന്ന് ചോദിക്കുമ്പം അതെന്താ അരുന്ധതി അങ്ങനെ പറയണേ, ഞാൻ നിൻ്റെ കോള് പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നെ. എന്തായാലും നീ ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയത് അത്ര ശരിയായില്ല, നീ എന്തായാലും തോക്കാൻ പോവാ പ്രഭാവതി എന്ന്. ആ സമയത്ത് പ്രഭാവതി അരുന്ധതിയോട് പറയുന്നുണ്ട്, അത് വെറും തോന്നല നിൻ്റെ, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല, എൻ്റെ റേഞ്ച് എന്താണെന്നും നിനക്കറിയില്ല. ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കുകയും ചെയ്യും, MLA ആവുകയും ചെയ്യും, ആ മണ്ഡലം എൻ്റെ പാർട്ടി പിടിച്ചെടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നീ തീരാൻ പോകുന്നതാ പ്രഭാവതിയെ കാണണേന്ന്. പക്ഷേ പ്രഭാവതിക്ക് നല്ല കോൺഫിഡൻസ് തന്നെയുണ്ട്. ഇതേ സമയം ഫോൺ കട്ട് ചെയ്തിട്ട് ഭാർഗവി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അത് ആരാന്ന് ചോദിക്കുമ്പോൾ അത് അവളാ അരുന്ധതിയാണ്. പിന്നീടും ഭാർഗവി പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും കുഞ്ഞെ ഈ ഒരു തീരുമാനം എടുത്തത് ശരിയായില്ല, സിദ്ധാർത്ഥ സാറിനത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പം ഒരു മോശമല്ല, എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട്, തീരുമാനം എടുക്കാനുള്ള അധികാരവുമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ റിട്ടയർഡ് ആയിട്ടിരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് സാമൂഹിക പ്രവർത്തനമൊക്കെ ആവാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ സിദ്ധാർത്ഥന അങ്ങോട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ചൂട് പിടിച്ചിട്ടാണ് വന്നതും പ്രഭ നീ എന്തൊക്കെയാണ് കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ എന്താ സിദ്ധുവിനോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ദേവികയെ മത്സരിപ്പിക്കരുതെന്ന്. അപ്പോൾ സിദ്ധു കേട്ടില്ല. ഇപ്പം എനിക്ക് തോന്നി എനിക്ക് മത്സരിക്കണമെന്ന്, അതിന് നിനക്ക് ആ പാർട്ടിയാണ് കിട്ടിയോളൂ, എന്തായാലും എന്നെ തോൽപ്പിക്കാനാണോ ഇതെന്ന് ചോദിക്കണം. സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ ആരെയും തോൽപ്പിക്കാനല്ല, എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് ആദ്യം നിനക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ നീയല്ലേ പറഞ്ഞേ ഇനി പൊതുപ്രവർത്തനത്തിനൊന്നുമില്ല, ഞാൻ കുടുംബത്തെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയെന്ന്. അതിനുശേഷമല്ലേ ദേവികയെ അതിലേക്ക് തിരഞ്ഞെടുത്തത്, പിന്നെന്താ നീ ഇപ്പം ഇങ്ങനെ പെരുമാറണേന്ന് ചോദിക്കുമ്പോൾ അന്ന് എനിക്ക് മത്സരിക്കാൻ തോന്നിയില്ല, പക്ഷെ ഇന്ന് എനിക്ക് മത്സരിക്കാൻ തോന്നുന്നുണ്ട്, അതുകൊണ്ടാന്ന് പറയണു. ആ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ആ പ്രഭാവതിയുടെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് തല്ലാനായിട്ട് ചെല്ലുന്നുണ്ട്. വേഗം തന്നെ രജനി എന്ന അച്ഛാന്ന് പറഞ്ഞ് തടയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, വേണ്ട തടയണ്ട, തല്ലട്ടെ, തല്ലിക്കഴിഞ്ഞാൽ വിവരം അറിയും, പണ്ടത്തെ പോലെയൊന്നും അല്ല, ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തക, എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ കുടുംബത്തിലുള്ളവരല്ല ഇനി ഇടപെടാൻ പോകുന്നത്, പൊതുസമൂഹം ഇടപെടാൻ പോണേ, അതുകൊണ്ട് സിദ്ധുവിനെ തല്ലണമെങ്കിൽ തല്ലിക്കോ എന്ന് പറയണു. ആ സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ
ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ തന്നെയാണ്. എന്നിട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭ ഇപ്പം തന്നെ നീ പാർട്ടിക്കാരെ വിളിക്കുക, പാർട്ടിക്കാരെ വിളിച്ചിട്ട് നീ പിന്മാറുമെന്ന് പറ, അതുപോലെ തന്നെ പത്രസമ്മേളനം നടത്തുന്നത്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഞാനെന്തിനാ പത്രസമ്മേളനം നടത്തണേ, ഞാൻ പിന്മാറാനും പോകുന്നില്ല, ഞാൻ മത്സരത്തിന് ഇറങ്ങിയത് ജയിച്ച് കയറാനാണ്, ഞാൻ ജയിക്കുകയും ചെയ്യും, അടുത്ത MLA ആവുകയും ചെയ്യും, എന്തായാലും നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ദേവികയോട് പിന്മാറാൻ പറയാം. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കില്ല, ദേവിക മത്സരത്തിന് നോമിനേഷനൊക്കെ കൊടുത്തതിന് ശേഷമല്ലേ പ്രഭ ഈ തീരുമാനം എടുത്തത്, അതെന്തായാലും എന്നോട് ചെയ്ത ഏറ്റവും വലിയ ചതിയായി പോയിന്ന്. പിന്നീട് നമ്മളുടെ അരുന്ധതി ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവിക ഫോൺ എടുത്തതും എന്താ മേഡം എന്ന് ചോദിക്കുമ്പം, അതേ ദേവിക, ഇനിയിപ്പോൾ എന്താ ദേവികയുടെ അടുത്ത തീരുമാനം, പിന്മാറാനാണോ എന്ന് ചോദിക്കുമ്പം, എനിക്ക് നന്ദുവിൻ്റെ അമ്മയ്ക്ക് എതിരായിട്ട് മത്സരിക്കാനൊന്നും പറ്റില്ല മേഡം, അടുത്ത സമയം തന്നെ ഞാൻ നോമിനേഷൻ പിൻവലിക്കുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അരുത് ദേവിക, അങ്ങനെയൊന്നും ചെയ്യരുത്, ദേവിക മത്സരിച്ചാൽ ഉറപ്പായിട്ടും ദേവിക ജയിക്കുമെന്ന് പറയുമ്പം, ഞാൻ ആർക്കെതിരെ ജയിക്കണേ മേഡം, നന്ദുവിൻ്റെ അമ്മയെ തോൽപ്പിച്ച് ജയിച്ചിട്ട് എനിക്ക് എന്ത് ഗുണം കിട്ടാനാ, അതെൻ്റെ ജീവിതത്തിൻ്റെ പരാജയമായി പോകില്ലേ, എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, നന്ദുവായിട്ട് സന്തോഷമായി ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നന്ദുവിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറി, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സുള്ളവരായി, അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് രാഷ്ട്രീയമോ MLA ഒന്നും വേണ്ടാന്ന്. ആ സമയം അരുന്ധതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിപ്പോൾ താൻ നന്ദനോട് സത്യങ്ങളെല്ലാം പറഞ്ഞ് ദേവികയും നന്ദനെയും ഒന്നിപ്പിച്ചത് തനിക്ക് തന്നെ ആപത്തായല്ലോ, അല്ലെങ്കിൽ നന്ദനോടും പ്രഭാവതിയോടുള്ള വാശിക്ക് ദേവിക മത്സരത്തിൽ ഉറച്ചു നിന്നേനെ, ഇനിയിപ്പോൾ നന്ദൻ്റെ ഒപ്പമുള്ളൊരു ജീവിതം പ്രതീക്ഷിച്ച് ദേവിക ഇതിൽ നിന്ന് പിന്മാറുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, മേഡം എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ എന്ത് പറയാനാ ദേവിക, ദേവികയുടെ ഐഡിയ പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, കുടുംബവും ബന്ധങ്ങളൊക്കെ ദേവികയുടെ അല്ലേ, എൻ്റെ അല്ലല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എന്തായാലും അമ്മയെ വെറുപ്പിച്ചുകൊണ്ട് എനിക്ക് മത്സരരംഗത്ത് തുടരാൻ പറ്റില്ല, അതുമാത്രമല്ല ഞാൻ അമ്മയുടെ കൂടെ ആ വീട്ടിൽ ജീവിക്കേണ്ട ആളല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തക്കിടയിൽ ഒരു ശത്രുത ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാണ് മേഡെന്ന്. എന്നാൽ ശരി ദേവിക എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളുടെ അരുന്ധതിയാണ് ഈ CP വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തതും, എന്തായി മേഡം, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും തലകീഴായി മറിഞ്ഞല്ലോ എന്ന് പറയുമ്പം, അതേ CP, ഞാൻ ഇതുപോലൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, ആ പ്രഭാവതി ഭയങ്കര ബുദ്ധിശാലിയാന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ അവസാന ഘട്ടത്തിൽ ഇങ്ങനൊരു മലക്കമറിച്ചിൽ പ്രഭാവതി നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അതും സിദ്ധാർത്ഥൻ നിൽക്കുന്ന പാർട്ടിക്ക് എതിർ പാർട്ടി പോയി മത്സരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ പോലും എനിക്ക് ഉണ്ടായില്ലാന്ന്. ആ സമയത്ത് CP പറയുന്നുണ്ട്, എന്തായാലും പ്രതിപക്ഷത്തിന് നല്ല സന്തോഷമാണ്, അവർ നല്ലൊരു സ്ഥാനാർത്ഥിയെ തപ്പി നടക്കുമായിരുന്നു, ആ സമയത്താണ് പ്രഭാവതി അങ്ങോട്ട് വിളിച്ചിട്ട് മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ ഭാര്യ അവരുടെ പാർട്ടിക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു സന്തോഷം ആ പാർട്ടിക്ക് കിട്ടാനുണ്ടോയെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, പ്രഭാവതിയെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കണം, അതിനെന്തെങ്കിലും മാർഗമുണ്ടോ CP എന്ന് ചോദിക്കുമ്പം, പ്രഭാവതിയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല മേഡം, കാരണം അവരൊരു പ്രൊഫസറായിരുന്നു, അതുപോലെ തന്നെ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല പേരും ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർ ജയിക്കാനാണ് സാധ്യത, ദേവിക മിക്കവാറും തോറ്റു പോകുന്ന. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല, എന്തൊക്കെ കളി കളിച്ചിട്ടാണെങ്കിലും ദേവികയെ വിജയിപ്പിക്കണമെന്ന്. ആ സമയത്ത് CP പറയുന്നുണ്ട്, എന്തായാലും ദേവിക മത്സരിക്കുമെന്ന് തന്നെ ഉറപ്പില്ല മേഡം, മിക്കവാറും ദേവിക പിൻവലിയാനാണ് സാധ്യത എന്ന്. അതിന് നമ്മൾ അനുവദിക്കരുത് CP, പാർട്ടിക്കാർ സ്ട്രോങ് ആയി നിന്ന് കഴിഞ്ഞാൽ ദേവികയ്ക്ക് പിന്മാറാൻ പറ്റില്ല, അതുമാത്രമല്ല ഇത് സിദ്ധാർത്ഥൻ്റെ പ്രതിച്ഛായയും ബാധിക്കുന്നതുകൊണ്ട് സിദ്ധാർത്ഥൻ ഒരിക്കലും ദേവികയെ അതിന് സമ്മതിക്കില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. നന്ദൻ വേഗം തന്നെ വീട്ടിലോട്ട് വന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി എന്താ നന്ദു എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പം, അമ്മ എന്തൊക്കെയാണ് അമ്മയെ കാണിക്കണം, അമ്മ എന്തിനാ ഇപ്പം മത്സരിക്കാൻ തയ്യാറായെന്ന് ചോദിക്കുമ്പം, ഞാൻ നിന്നോടും നിൻ്റെ അച്ഛനോടും നിൻ്റെ ഭാര്യയോടും പറഞ്ഞു മത്സരത്തിൽ നിന്ന് ദേവികയോട് പിന്മാറണമെന്ന്, പക്ഷേ നിങ്ങൾ ആരും അത് ചെവി കൊണ്ടില്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട വന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഇത് എന്തൊരു നാണക്കേടാ അമ്മ, ദേവികയല്ലേ ആദ്യം നോമിനേഷൻ കൊടുത്തത്, അത് കഴിഞ്ഞിട്ട് ദേവികയ്ക്കെതിരെ അമ്മ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ കുടുംബത്തിന് തന്നെ മോശമല്ലേന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതിന് മത്സരിക്കുന്നതിന് കുടുംബത്തിന് മോശം വരണേ എങ്ങനെയാണ്, ഞാൻ വേറെ പാർട്ടിയിലും ദേവിക വേറെ പാർട്ടിയിലും അല്ലേ മത്സരിക്കുന്നത്, പിന്നെ ജയവും തോൽവിയല്ലേ, എന്തായാലും ഞാൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്, നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ ദേവികയോട് നോമിനേഷൻ പിൻവലിക്കാൻ പറയാമെന്ന്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അതെങ്ങനെയാമ്മേ, ഇത്രയും ദിവസമായില്ലേ നോമിനേഷൻ കൊടുത്ത്, അവൾ സമ്മേളനങ്ങളിലും പങ്കെടുത്തു, പ്രചരണവും തുടങ്ങി, അതിൻ്റെ ഇടയ്ക്ക് അവളോട് നോമിനേഷൻ പിൻവലിക്കാൻ പറയാൻ പറ്റുമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്,
ഞാനും പ്രചാരണം ആരംഭിച്ചു, അതുകൊണ്ട് എന്നോടും നീ നോമിനേഷൻ പിൻവലിക്കാൻ പറയണ്ട. ദേവികയുടെ രീതി അനുസരിച്ച് മത്സരിക്കട്ടെ, ഞാൻ എൻ്റെ പാർട്ടിയിലും മത്സരിച്ചോളാം, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാൻ പോണില്ല എന്ന്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അമ്മ ദേവികയ്ക്ക് എതിരെ മത്സരിച്ച് തോറ്റാലും ദേവിക അമ്മയ്ക്കെതിരെ മത്സരിച്ച് തോറ്റാലും രണ്ടും എനിക്ക് ബുദ്ധിമുട്ടല്ല അമ്മേന്ന്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അതിന് നിനക്കെന്താ ബുദ്ധിമുട്ട്? നീ ദേവിയുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വയ്ക്കാനിരിക്കുമല്ലേ, പിന്നെ നിനക്ക് ബുദ്ധിമുട്ടിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, അത് അന്നേരം അല്ലായിരുന്നു അമ്മ, ഇപ്പം എനിക്ക് എല്ലാ തെറ്റിദ്ധാരണകളും മാറി, ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായി. അതെങ്ങനെയാണ് നിനക്ക് ബോധ്യമായി എന്ന് ചോദിക്കുമ്പം, അത് ഞാൻ അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ മേഡം എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന്. നീ എന്താ നന്ദ ഈ പറയണേ, എന്ത് സത്യം പറഞ്ഞു എന്നാന്ന് ചോദിക്കുമ്പം, എല്ലാ സത്യങ്ങളും പറഞ്ഞമ്മേന്ന് പറയണു. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ അരുന്ധതി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞതാന്ന് വിചാരിച്ച് ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.